Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. കോഴി പൊരിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും വലിയ പാടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 8-9 ലെഗ് പീസും ബാക്കി സാധാ കഷ്ണങ്ങളുമാണ്. കഷ്ണങ്ങളുടെ വലുപ്പം ചെറുതോ വലുതോ എന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസിൽ അധികം എരിവ് വേണ്ട, അതുകൊണ്ട് സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. നല്ലൊരു കളർ കിട്ടാൻ കൂടെയാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വറുത്തെടുക്കാനായിട്ട് കോൺഫ്ലോർ ചേർക്കുന്നതുകൊണ്ട് പറ്റും. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ രീതിയിൽ നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ തൈരോ നാരങ്ങാനീരോ ചേർക്കുന്നില്ല. ചിക്കൻ വറുത്തെടുക്കുമ്പോൾ കട്ടിയായി പോകുന്നു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ രീതിയിൽ വറുത്തപ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. തീരെ സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. എത്രയും കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ പറ്റും. ഇനി ചിക്കൻ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാത്രം ആയതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കണ്ട. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ പുറം വശം എല്ലാം നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. പക്ഷെ ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. കോൺഫ്ലോറും മുട്ടയും ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ മസാലയെല്ലാം ചിക്കൻ്റെ കഷ്ണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായ ചോറ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി വെള്ളം വെച്ച് അതിൽ സ്പൈസസ് ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബേ ലീവ്സ്, ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ഇത്രയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 20 മിനിറ്റ് കുതിർത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് റൈസ് വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വെച്ച് അരി വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതിയാവും. ഇപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കാവുന്നതാണ്. ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി ദം ചെയ്യാനുള്ള പാത്രം തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മുമ്പേ ചിക്കൻ വറുത്തതിന്റെ മിച്ചം വന്ന എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ സവോള ഒന്ന് വഴണ്ടു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി 1 കൈപ്പിടി മല്ലിയില, 1/2 കൈപ്പിടി പുതിനയില, 10-12 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ സവോള നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 വലിയ തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ മസാല ഏകദേശം ഒക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പില് ബിരിയാണിക്ക് ആവശ്യമായ സവോള, കാഷ്യൂ നട്ട്, റേസിൻസ്, കറിവേപ്പില, ക്യാരറ്റ് ഇത്രയും വറുത്തെടുത്തിരിക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിന്റെ ഒരു ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ ഈ മസാലയിൽ വരാനായിട്ട് ഈ ക്യൂബ് ഇടുന്നത് നല്ലതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ മസാല നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയുടെയും ചിക്കൻ്റെയും ഫ്ലേവേഴ്സ് ഒന്ന് ബ്ലെൻഡ് ആയി കിട്ടും. ഇപ്പൊ ചിക്കൻ കുറച്ച് ഫ്രൈ ആയിട്ട് ഇരിക്കുവാണ്. ഇതുപോലെ മസാലയിലിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പം ചിക്കൻ കുറച്ച് ജ്യൂസി ആയിട്ട് മാറും. ഇതിലേക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ലെയറായിട്ട് മാത്രമേ ബിരിയാണി സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് 2 ലെയർ ചെയ്യാനുള്ള ചിക്കനും റൈസും ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയത് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടി ചെയ്യുന്നതാണ്. തേങ്ങാപ്പാലോ പശുവും പാലോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സവോള വറുത്തതൂടെ ചേർക്കാം. വറുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുമ്പോൾ യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും പ്രത്യേകം എടുത്തറിയത്തൊന്നുമില്ല കേട്ടോ. ഇതിന്റെ മുകളിലും ക്യാരറ്റും വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഒരു ലിഡ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടയ്ക്കാം. ഇനി ഇതൊരു കുറഞ്ഞ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെക്കാം. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ കാണാം ഇതിലിട്ട പുതിനയില എല്ലാം നന്നായിട്ട് അതെല്ലാം വാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണിത്. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട്
ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. മറ്റു ബിരിയാണികൾ ചെയ്യുന്ന പോലെ കൂടുതൽ പണികളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.